ഇനിയോ രാമായണം പോരാഞ്ഞിട്ട് വേറൊരു മുസ്ലിയാർ എന്താ മൂപ്പര് പറയാ, ശരിക്ക് അള്ളാഹു അല്ലാത്തവർ അറിയുമക്കളിന് മൊബൈൽ ഫോൺ തന്നെ വലിയ തെളിവാണ്. ഇപ്പൊ ഖുർആനും ഇല്ല, ഹദീസും ഇല്ല, രാമായണവും അല്ല. അവസാനം മറ്റേ ആ നിലന്തല്ലുണ്ടല്ലോ നോക്കിയോന്റെ, ആ നിലന്തല്ലി അപ്പോഴുള്ള തെളിവ് കേട്ടോളി. മാലയില പക്ഷെ മുജാഹിദ് ജമാഅത്തും തബ്ലീഗൊക്കെ വന്നിട്ട് അതൊക്കെ ഓവറാ പാടില്ല. എന്ത് വല്ലേ മീനത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതെ തീരം ചെയ്യും ഞാൻ അത് ഓവറായിപ്പോയി. എന്ത് അല്ലാഹുവിനെ പോലും കടത്തി വെട്ടി. അള്ളാഹു പറഞ്ഞത് ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോളൂ ഉത്തരം തരാമെന്ന. ഉടനെ തരുമെന്ന് പറഞ്ഞിട്ടില്ല. ഭൂമിയുടെ ഏത് ഭാഗത്ത് നിന്ന് വിളിച്ചാലും ചോദിക്കുമ്പോഴേക്ക് ഞാൻ ഉത്തരം ചെയ്യും. അത് തിരി ഓവറല്ലേ എന്ന് ചോദിച്ചു വിത്തുത്രാശിയക്കാർ യൂറോപ്യൻ ചോദിപ്പിച്ചതാ. പക്ഷെ ഇപ്പൊ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഈ മൊബൈൽ ഫോൺ നിലവിൽ വന്നതോടുകൂടി ആ ചോദ്യം സ്ഥാനത്ത്. എന്തുകൊണ്ട് ഇപ്പൊ മൊബൈൽ ഫോൺ ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ പെരുമ്പാവൂരിൽ നിന്നാകട്ടെ ആലുവയിൽ നിന്നാകട്ടെ എന്റെ ഫോൺ മൊബൈൽ നമ്പറിലേക്ക് കറക്കിയ 94 47 39 30 48 ഈ നമ്പർ ഡയൽ ചെയ്തിട്ട് അയാൾ റിസീവർ താഴെ വെക്കണ്ട. അതിന് ഹലോ ഹലോ എന്നെ വിളിപ്പോർക്ക് വൈകൂടാതു തീരം ചെയ്യും ഞാൻ നോവ്. ഏതാണ് പ്ലാസ്റ്റിക്കിന്റെ മെഷീനല്ല ഈ കറാമത്ത്. ഈ പ്ലാസ്റ്റിക്കിന്റെ മെഷീൻ ഒരു ഒക്കെ നിസ്കരിച്ചീനോ, ഇതാണ് 10 റുപ്യ സ്വതൊക്കെ കൊടുത്തീനോ? ഇതൊന്നുമില്ലാത്ത ഈ പ്ലാസ്റ്റിക്കിന്റെ മെഷീൻ റമ്പർപ്പ് കേട്ടുമ്പോ അള്ളാന്റെ ഔലിയാക്കൾക്ക് കറാമത്ത് കേട്ടിക്കൂടെ? നല്ല സംശയം. എന്നിട്ട് എന്താ തെളിവ്? അതെന്തിനുള്ള തെളിവാ? ഔലിയാക്കൾ ഉത്തരം ചെയ്യും. സത്യത്തിൽ ഉത്തരം ചെയ്യില്ല എന്നുള്ള തെളിവല്ലേ? കാരണം അള്ളാനെ പോലെ കാണുന്നു, അള്ളാനെ പോലെ കേൾക്കുന്ന വിശ്വാസം. എപ്പോ ചോദിച്ചാലും അപ്പൊ ഉത്തരം തരുന്ന മൊബൈൽ ഫോൺ എപ്പോ ചോദിച്ചാലും അപ്പൊ ഉത്തരം തരുമോ? റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താ എന്താ പറയാ, ഔട്ട് ഓഫ് കവറേജ് ഏരിയ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഔലിയാക്കളിലേക്ക് ബന്ധിപ്പിച്ച് പറയുമ്പോ എന്ത് ചെയ്യും? നിങ്ങൾ വിളിക്കണേ നമ്മളെ സമസ്തന്റെ മറ്റേ മറ്റുള്ള ഔലിയാക്കളൊക്കെ ഇപ്പൊ പരിധിക്ക് പുറത്താ.